ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുക്കാതെ വരുന്നതോടെ ശ്രുതിക്ക് സമാധാനമാവുന്നു. ശേഷം ആന്റണിക്ക് മുമ്പ് സച്ചി സുധീനെ കണ്ടെത്തിയാൽ സച്ചി സത്യങ്ങൾ തിരിച്ചറിയുമെന്നും അതോടെ എന്റെയും സുധിയുടെയും ജീവിതം തന്നെ തകരുമെന്നും ഓർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു. തുടർന്ന് ശ്രുതി ആന്റണീനെ വിളിച്ച് സുധിയെ അന്വേഷിച്ച് സച്ചി ഇറങ്ങിയിട്ടുണ്ടെന്നും സച്ചി കണ്ടെത്തുന്നതിനു മുമ്പ് നിങ്ങൾ സുധീനെ കണ്ടെത്തണമെന്നും പറയുന്നു. പിന്നീട് ബാറിൽ നിന്നിറങ്ങുന്ന മഹേഷ് സച്ചി അയച്ച മെസ്സേജ് കാണുകയും ബാറിന്റെ പാർക്കിങ്ങിൽ കിടക്കുന്ന കാറ് കണ്ട് സച്ചിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. ശേഷം സുധീനെ തട്ടിക്കൊണ്ടുപോയവരെ കാണുന്ന മഹേഷ് സച്ചി വരുന്നതുവരെ അവരെ അവിടെ പിടിച്ചു നിർത്താനായി ശ്രമിക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന സച്ചി ഇരുവരെയും അടിക്കുമ്പോൾ തന്ത്രപൂർവ്വം സച്ചിനെയും അവർ സുധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊല്ലാനായി തീരുമാനിക്കുന്നു. തുടർന്ന് സുധി 50 ലക്ഷം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിരുന്നുവെന്നും ആ സ്ത്രീയാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതെന്നും പറഞ്ഞ് സച്ചിനെയും അവർ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് താവളത്തിലെത്തുന്ന സച്ചിയെ കാണുന്നതോടെ സുധിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സച്ചിനെ ഭീഷണിപ്പെടുത്തുന്ന കൊട്ടേഷൻ ടീമിന് സച്ചി കണക്കിന് കൊടുക്കുന്നതോടെ കൊട്ടേഷൻ ടീം സച്ചിനെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. തുടർന്ന് സച്ചി സുധീനെ രക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇതിനിടയിൽ സച്ചി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്നോർത്ത് സുധി ടെൻഷൻ അടിക്കുന്നു. ശേഷം സച്ചി രേവതിനെ വിളിച്ച് സുധീനെ കണ്ടെത്തിയ വിവരം അറിയിക്കുന്നു. തുടർന്ന് സുധീനെ കണ്ടെത്തിയ വിവരം രേവതി പറയുന്നതോടെ സച്ചി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.